അസ്സലാമലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യനായ അധ്യക്ഷൻ റഹീം സാഹിബ്, ഹൽക്ക അമീർ കർണാടക ബലഗാമി സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര ഷൂറ അംഗം താഹ മത്തീൻ സാഹിബ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സമാദരണീയരായ വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച ഈ റമദാൻ സംഗമം അതിൻ്റെ സമാപനത്തോടടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ബാംഗ്ലൂർ ജീവിതം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രവാസ ജീവിതം കൂടിയാണ്. ആ പ്രവാസത്തിനിടയിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് ധാരാളം പ്രവർത്തനങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇവിടെ നടത്തി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്തവണ നമ്മൾ ഈ റമദാൻ സംഗമത്തിന് ഒരു തലവാചകം കൂടി നൽകിയിട്ടുണ്ട്. തണലാണ് കുടുംബം എന്ന തലവാചകത്തിലാണ്. ആ തണലാണ് കുടുംബം എന്ന തലവാചകം ഏറെ പ്രസക്തമായൊരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ എനിക്ക് മുമ്പുള്ള 2 പ്രഭാഷണത്തിലും വന്നു കഴിഞ്ഞതാണ്. അതേസമയം തന്നെ അതുമായി ബന്ധപ്പെട്ടും അതല്ലാത്തതുമായ 2 കാര്യങ്ങളാണ് ഈ സദസ്സുമായി പങ്കുവെക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നത്. കുടുംബ സംവിധാനത്തിൻ്റെ തകർച്ചയും സാമൂഹ്യ സംവിധാനത്തിലുണ്ടായ അരക്ഷിതബോധവുമാണ് ഇന്ന് നമ്മുടെ കേരളീയ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളുടെ അടിസ്ഥാന ആധാരമെന്ന് ഏറ്റവും ആധികാരികമായ പഠന റിപ്പോർട്ടുകളിലൂടെ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് നിർവഹിക്കാനുള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഷഹബാസ് എന്ന് പറയുന്ന താമരശ്ശേരിയിലെ മരണപ്പെട്ട 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. ആ കുട്ടിയുടെ ഉപ്പയെയും ഉമ്മയെയും ഞാൻ കണ്ടിരുന്നു. ഞാൻ ചെന്ന ദിവസം ആ കുട്ടി പരീക്ഷയ്ക്ക് പോകേണ്ട ദിവസമാണ്. ആ ഉപ്പയും ഉമ്മയും എന്നോട് പറഞ്ഞത്, അവൻ ഹാൾ ടിക്കറ്റ് കൊണ്ടുവന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ഉമ്മ പറയുകയാണ്, ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഉപ്പയും ഉമ്മയും പ്രാർത്ഥിക്കണം എനിക്ക് പരീക്ഷ എഴുതി വിജയിക്കാൻ എന്നാണ് എൻ്റെ മോൻ പറഞ്ഞിരുന്നത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കൗമാര ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മകൻ്റെ ജീവിതത്തിൽ മാർഗനിർദ്ദേശം നൽകണം, കൂടെയുണ്ടാകണമെന്നുള്ളത് കൊണ്ടാണ് ആ പിതാവ് പ്രവാസം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ ആ കുട്ടി എല്ലാ പ്രതീക്ഷയും അർപ്പിച്ച ആ കുട്ടി അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ് ചെയ്തത്. ഷഹബാസ് അവസാനത്തേതല്ല, ഷഹബാസ് ആദ്യത്തേതുമല്ല. നമ്മുടെ യഥാർത്ഥത്തിൽ പ്രൈമറി സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സെക്കൻഡറി സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളിൽ വരെ മാരകായുധങ്ങളുടെ പ്രയോഗം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. പഴയതുപോലെയല്ല. നമ്മുടെ കുട്ടികളെല്ലാവരും ആരാധനാ രംഗത്തും അതുപോലെ തന്നെ ദീനീ രംഗത്തും നമ്മുടേതായൊരു കാഴ്ചപ്പാടനുസരിച്ച് ശ്രദ്ധ ചെലുത്തുന്ന ആളുകളാണ്. നമസ്കരിക്കാത്തവരിന്ന് കുറവാണ്. മുമ്പൊക്കെ നമ്മുടെ പള്ളികളിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ, പള്ളികളിലേക്ക് നമ്മൾ പോയാൽ പ്രായമുള്ള ആളുകളാണ് നമ്മുടെ പള്ളികളിലുണ്ടാവുക. സുബഹി നമസ്കാരത്തിനാണ് നമ്മൾ പോകുന്നത് എങ്കിൽ അതിനേക്കാൾ പ്രായമുള്ള ഏതാണ്ട് വളരെ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആളുകളാണ് പള്ളികളിലുണ്ടാവുക. ഞാൻ കോഴിക്കോട് സിറ്റിയിലാണ് എൻ്റെ ഒട്ടുമിക്ക സമയവും ചെലവഴിക്കാറുള്ളത്. ഇന്ന് കോഴിക്കോട് സിറ്റിയുടെ ഒരു പ്രത്യേകത, രാത്രി 2 മണിക്കുള്ള ഖിയാമുൽ ലൈലിന് കോഴിക്കോട് സിറ്റിയിലെ ഒട്ടുമിക്ക പള്ളികളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് 18നും 30 വയസ്സിനും ഇടയ്ക്കുള്ള നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാണ്. നമ്മുടെ കുട്ടികൾ ദീനീപരമായി മതപരമായി ആരാധനാ രംഗത്ത് ഏറെ ശ്രദ്ധ ചെലുത്തുമ്പോഴും എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഞാനതിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. എന്താണ് ഒരു മുസൽമാൻ്റെ ജീവിത കാഴ്ചപ്പാട് എന്ന് ചോദിച്ചാൽ, മതമുള്ളവനും മതമില്ലാത്തവനും, ആരാധനകൾ അർപ്പിക്കുന്നവനും ആരാധനകൾ അർപ്പിക്കാത്തവരും എല്ലാവരും ഇന്ന് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട്
വെസ്റ്റേൺ കൾച്ചറുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. നമുക്ക് കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഇന്ന് ഏതാണ്ട് ഉച്ച മുതൽ കുട്ടികളെക്കുറിച്ചുള്ള നിരൂപണങ്ങളാണ്. കൗമാരം കൈവിട്ടു പോയി നമ്മൾ പറയുമ്പോൾ കൗമാരം കൈവിട്ടു പോകുന്നതിന് അനുഗുണമായ ഒരു സാമൂഹ്യ അന്തരീക്ഷവും സാമൂഹ്യ വ്യവസ്ഥയും നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ രൂപപ്പെടുത്തിയെടുക്കുന്നിടത്ത് നമുക്കും പങ്കാളിത്തമില്ലേ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. എന്താണ് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കൾച്ചറിനെ അതേപോലെ അനുകരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കുട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് പോരാം. നമ്മുടെ വിവാഹ സദസ്സുകൾ എങ്ങനെയാണ് നടക്കുന്നത്, നമ്മുടെയൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇവൻറ്റുകൾ എങ്ങനെയാണ് നടക്കുന്നത്, നമുക്കിടയിൽ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആഘോഷ പരിപാടികൾ നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കാറുള്ളത്, ഇങ്ങനെ നമുക്കകത്ത് തന്നെ, നമ്മുടെ വീടിനകത്ത് തന്നെ, നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ഇന്ന് വിവാഹം എന്ന് പറയുന്നതിൻ്റെ തലേ ദിവസവും അതുപോലെ തന്നെ വിവാഹ ദിവസവും അതേപോലെ തന്നെ അതിന് തൊട്ടടുത്ത ദിവസവും 1 ദിവസവും 2 ദിവസവും 3 ദിവസവും ഒക്കെ നീണ്ടു നിൽക്കുന്ന വിവാഹ സദസ്സുകളിൽ വരെ ഒരു നമ്മുടേതല്ലാത്ത ഒരു സംസ്കാരം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനർത്ഥം ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം എൻ്റർടൈൻ ചെയ്യാനുള്ളതാണ്, ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇടപെടാൻ ആരും സന്നദ്ധമല്ലാത്ത ഒരു സാമൂഹ്യ ചുറ്റുപാട് നമ്മുടെ നാട്ടിൽ വന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കുട്ടികളോടൊരു കാര്യം പറയുന്നിടത്ത് മാതാപിതാക്കൾക്ക് എത്രമാത്രമാണ് ധൈര്യമുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഒരുപാട് വീടുകളുമായി ഇടപെടുന്ന ഘട്ടത്തിൽ, നമ്മുടെ മുമ്പിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പേടിയാൻ, അധ്യാപകർക്ക് പേടിയാൻ, സമൂഹത്തിന് അതിലേറെ പേടിയാൻ. ഞാൻ പറയുന്നത്, നമ്മളൊക്കെ വളർന്നു വന്ന ഒരു ചുറ്റുപാടുണ്ട്. എന്നെ മെൻറ്റർ ചെയ്യുന്നിടത്ത് എൻ്റെ മാതാപിതാക്കളുടെ സ്നേഹവും എൻ്റെ മാതാപിതാക്കളുടെ ശാസനയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നിടത്ത് എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരുടെ പങ്ക് വളരെ വലുതായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ വളർത്തിയെടുക്കുന്നിടത്ത് ഞാൻ വളർന്നു വന്ന ഗ്രാമത്തിന് വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഗ്രാമത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നാട്ടുകാരെ പേടിക്കും, നാട്ടുകാർ കുട്ടികളെ പരിഗണിക്കും, ഇന്ന ആളുടെ മോനാൻ, അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകണമെന്ന് നാട്ടുകാർക്ക് ധാരണയുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കൾ കാഴ്ചക്കാരാണ്, അതുപോലെ തന്നെ നാട്ടുകാർ കാഴ്ചക്കാരാണ്, അധ്യാപകരും കാഴ്ചക്കാരാണ്. നമ്മുടെ ചൈൽഡ് ലോ എന്ന് പറയുന്നത് കുട്ടികളെ നേരെ ചൊവ്വേ നോക്കാൻ പോലും പറ്റാത്ത സ്വഭാവത്തോടു കൂടി രൂപപ്പെടുത്തപ്പെട്ടതാണ്. നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലേക്ക് നോക്കിയിട്ടാണ് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്, നമ്മുടെ എഡ്യൂക്കേഷനെ രൂപപ്പെടുത്തിയത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഒരധ്യാപകനും ഇന്ന് ഒരു കുട്ടിയുടെ കാര്യത്തിലും ഇടപെടാൻ സന്നദ്ധമല്ല. കാരണം അത്രയേറെ കേസ് അധ്യാപകർക്ക് നേരെ ഇന്ന് പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കളാണ്, പൈതങ്ങളാണ്, അവർ പഠിക്കുന്ന കാലയളവാൻ. ആ ഘട്ടത്തിൽ തന്നെ ആ കുട്ടികളെ കൂടെ നിന്നുകൊണ്ട് തിരുത്താനും അതുപോലെ തന്നെ ഉപദേശിക്കാനും സ്നേഹിക്കാനും ശാസിക്കാനുമുള്ള അധികാരം അധ്യാപകരിൽ നിന്ന് എടുത്തു കളയുന്നിടത്ത് പാരൻസിന് പോലും പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ ആവശ്യപ്പെടുന്നതെല്ലാം കൊടുക്കുന്ന, എന്നാൽ ആവശ്യമായത് കൊടുക്കാത്ത, ആവശ്യപ്പെടുന്നതെല്ലാം എന്താണ് പാരൻസിൻ്റെ ഉത്തരവാദിത്വം? അവർ ആവശ്യപ്പെടുന്നതെല്ലാം കൊടുക്കുക എന്നുള്ളതാണ്, എന്നാൽ ആവശ്യമായത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ നാം നമ്മുടെ ജീവിത കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് ഗൗരവത്തോടു കൂടിയുള്ള ആലോചന നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ട് ജീവിക്കുക എന്നതാണ് എൻ്റെ ദീൻ എന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടില്ലേ? നമസ്കരിക്കുന്ന കുട്ടി, കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചത്, ഒരു കുട്ടിയെ പിടികൂടിയപ്പോൾ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കവറിനകത്തുള്ള MDM ഉൾപ്പെടെ അവൻ അങ്ങ് വിഴുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് പിടിക്കപ്പെട്ട ഒരു കുട്ടി, ഞാൻ അറിയുന്ന കുട്ടിയാണ്, അവൻ നമസ്കരിക്കുന്ന കുട്ടിയാണ്, അവൻ നോമ്പനുഷ്ഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ അവൻ MDM-ന് അഡിക്റ്റാണ്. മദ്യമില്ല, അതുപോലെ തന്നെ കഞ്ചാവില്ല, കഞ്ചാവിൻ്റെയൊക്കെ ഉപയോഗം കുറഞ്ഞു എന്നുള്ളതാണ്, പക്ഷേ കെമിക്കൽസ് ധാരാളമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ പുനരാലോചന നടത്തേണ്ടത്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, എന്താണ് പടിഞ്ഞാറിൻ്റെ അല്ലെങ്കിൽ എന്താണ് പാശ്ചാത്യ വെസ്റ്റേൺ കൾച്ചറിൻ്റെ കാഴ്ചപ്പാട് എന്ന് ചോദിച്ചാൽ, മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ളതാണ്. എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. എൻ്റെ ശരീരം എനിക്കിഷ്ടപ്പെട്ടവർ, ഞാൻ വ്യഭിചരിക്കും, നിങ്ങളാരാണ് ചോദ്യം ചെയ്യാൻ? ഞാൻ സ്വവർഗാനുരാഗത്തിലും സ്വവർഗരതിയിലും ഏർപ്പെടും, നിങ്ങളാരാണത് ചോദ്യം ചെയ്യാൻ? ഞാൻ മദ്യപിക്കും, നിങ്ങളാരാണത് ചോദ്യം ചെയ്യാൻ? എൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള ഉടമാവകാശം എനിക്കാണ് എന്ന കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് ലോകത്തുള്ളതുപോലെ തന്നെ ഒരാഗോള പ്രതിഭാസം എന്ന നിലക്ക് നമ്മുടെ ഗ്രാമങ്ങളിലും ഈ കാഴ്ചപ്പാട് വേരൂന്നിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റോ.
മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ പഠിപ്പിക്കപ്പെടണം. അലാ ലഹുൽ ഖൽഖ് വൽ അംറ, അലാ ലഹുൽ ഖൽഖ് വൽ അംറ. സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് യഥാർത്ഥത്തിൽ ശാസനാധികാരവും ഉള്ളത് എന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വരാൻ പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ഖൗമി ഉബ്ദുല്ലാ എന്ന അല്ലാഹു സുബ്ഹാൻ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർ ജനങ്ങളോട് ഉപദേശിക്കുന്നുണ്ട്, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ ലാ മഅബൂദ ഇല്ലല്ലാ, വഴിപ്പെടാൻ അർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന കാഴ്ചപ്പാടിലേക്ക് വരിക. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ എൻ്റെ മതം, യഥാർത്ഥത്തിൽ എൻ്റെ നമസ്കാരമാണ്, യഥാർത്ഥത്തിൽ എൻ്റെ മതം എൻ്റെ നോമ്പാൻ, എൻ്റെ സക്കാത്താൻ, അതുപോലെ തന്നെ എൻ്റെ ഹജ്ജാൻ. അതല്ല എൻ്റെ മതം, എൻ്റെ സാമ്പത്തിക രംഗമാണ്, എൻ്റെ സാമൂഹിക രംഗമാണ്, എൻ്റെ സാംസ്കാരിക രംഗമാണ്. എൻ്റെ ഉപ്പയുമായി ബന്ധപ്പെട്ട ബന്ധത്തിലും ഉമ്മയുമായി ബന്ധപ്പെട്ട ബന്ധത്തിലും സമൂഹവുമായി ബന്ധപ്പെട്ട ബന്ധത്തിലും എല്ലായിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ വളർന്നു വരേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു വ അളല്ലഹുല്ലാഹു അലാ ഇൽമിൻ വ ഖതമ അലാ സമഇഹി വ ഖൽബിഹി വ ജഅല അലാ ബസരിഹി ഇശാവതൻ ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹി അഫലാ തദക്കറൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സ്വന്തം ദേഹേച്ഛ ഇലാഹാക്കിയ ആളെ നിങ്ങൾ കണ്ടില്ലേ? സ്വന്തം ദേഹേച്ഛ ഇലാഹാക്കിയ ആളുകളെ കണ്ടില്ലേ? എന്താണ് ദേഹേച്ഛ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നതിൻ്റെയും ഉത്തരവാദിത്വം എൻ്റെ തോന്നലാൻ. നമ്മൾ തോന്നിവാസി എന്ന് പച്ചമലയാളത്തിൽ പറയും. തോന്നുന്നതനുസരിച്ച് ജീവിക്കുന്ന, തോന്നലുകൾക്കനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടാണത്. ആ അർത്ഥത്തിലുള്ള സ്വന്തം തോന്നലുകൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ഒരു സമൂഹം നമുക്കകത്ത് വളർന്നു വന്നിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വഴികേടിൻ്റെ വഴി തുറക്കുന്നതാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കേൾവിക്കും അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാക്കാനുള്ള ശേഷിക്കും പടച്ച റബ്ബ് സീല് വെക്കുന്നതാണ്. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചക്ക് മൂടുപടമിടുന്നതാണ്. ഒന്നും കാണാൻ പറ്റാത്ത, ഒന്നും കേൾക്കാൻ പറ്റാത്ത, അതുപോലെ തന്നെ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത താന്തോന്നികളായിട്ട് അവർ മാറുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ളൊരു സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിനകത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിൻ്റെ ഭൂമിയാണ്, അള്ളാഹുവിൻ്റെ അടിയാറുകളാണ്. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആകാശഭൂമികളുടെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുച്ചോടും മാറ്റിപ്പടിയുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സംതൃപ്തി എനിക്ക് ലഭിക്കുക എന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കേണ്ടതാണ്. അത്തരമൊരു അന്തരീക്ഷം അവിടെ നിന്നാണ് രൂപപ്പെടുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കുട്ടികളുമായി നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ മൂല്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് തന്ത വൈബ് എന്നാണ് പറയുക എന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം സെലക്ട് ചെയ്യപ്പെട്ട SSLC വരെ പഠിക്കുന്ന സെലക്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ 25 കുട്ടികളുമായി സംവദിച്ചു. 25 കുട്ടികൾ വളരെ സ്മാർട്ടായ കുട്ടികളാണ്. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കുട്ടികളുണ്ട്. ഞാൻ അവരോട് ചോദിച്ചോ, നിങ്ങൾ ക്യാമ്പസിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഞങ്ങൾ ക്യാമ്പസിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം കൊച്ചു കാര്യങ്ങൾക്ക് അവർ സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. A ക്ലാസും B ക്ലാസും തമ്മിൽ, അതുപോലെ തന്നെ സീനിയറും അതുപോലെ തന്നെ ജൂനിയറും തമ്മിൽ അത്തരത്തിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഘട്ടത്തിൽ അവർ പറയുകയാണ്, ഞങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്തവൈബിൻ്റെ ആളുകളാണ് എന്നുള്ളതാണ്. തന്തവൈബാണ് ഞാൻ പറയുന്നത്. മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, മൂല്യബോധത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ തന്തവൈബ് എന്ന് പറയുന്ന ഒരു ബാനറിൽ വെച്ച അത്തരത്തിലുള്ള വളർച്ചാ സാധ്യതയെല്ലാം നിരാകരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ കുട്ടികൾക്കകത്ത് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക, അതുകൊണ്ട് നമ്മുടെ വീടിനകം ദീനീ വൈബ് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ പലരും പറഞ്ഞതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വീടിനകത്ത് ദീനീ വൈബ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതാരാണ് ഉണ്ടാക്കേണ്ടത്? അത് മാതാപിതാക്കളാണ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ ഉപ്പയും ഉമ്മയുമാണ് ഉണ്ടാക്കേണ്ടത്. കുട്ടികളെ കേൾക്കാനും കുട്ടികളോട് പറയാനും കുട്ടികളോട് സംസാരിക്കാനും അതുപോലെ തന്നെ അവിടെ കൊച്ചു വർത്തമാനങ്ങൾക്ക് വളരെ കൃത്യമായ സ്വഭാവത്തിൽ പരിഗണന കൊടുക്കാനും പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതാണ്. നമ്മൾ എത്ര പേരാണ് നമ്മുടെ കൊച്ചുകുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട സീരിയസ് ആയിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ അക്കാര്യത്തിൽ സീരിയസ് അല്ല. എത്ര സമയമാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ സമയമാണ് നമ്മുടെ
കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്ന സമയത്ത് പോലും നമ്മൾ അവർക്ക് കാത് കൊടുക്കാറുണ്ടോ? ആ ഉണ്ടാകുന്ന സമയത്ത് പോലും നമ്മൾ അവരെ കേൾക്കാറുണ്ടോ? ആ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ആഹാരം കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കാര്യം, പലപ്പോഴും നമുക്ക് നമ്മുടെ കുടുംബത്തിനകത്തും ഒരുമിച്ച് കൂടുന്നതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള മൊബൈലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീട്ടിലേക്ക് എത്തിയാൽ നമ്മൾ നെറ്റും അതുപോലെ തന്നെ ഡാറ്റയും മാറ്റിവെച്ച നമ്മുടെ കുട്ടികളുമായി എൻഗേജ് ചെയ്യാനുള്ള സമയം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. നവനാസ്തികതയും അതുപോലെ തന്നെ ലിബറലിസവും നമ്മുടെ കുട്ടികളിലേക്ക് ബോധപൂർവമാണ് ഇന്ന് കുട്ടികളിലേക്ക് എല്ലാ അർത്ഥത്തിലും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ക്യാമ്പസുകളിൽ പഠിപ്പിക്കുന്ന പല അധ്യാപകരും ഗുരുവര്യന്മാരെ ഞാൻ ബഹുമാനിക്കുന്നു. അതേസമയം നമ്മുടെ കേരളീയ സമൂഹത്തിനകത്ത് മുസ്ലിം മാനേജ്മെൻറ്റിലുള്ള സ്ഥാപനങ്ങൾക്ക് കീഴിൽ പോലും അത്തരത്തിൽ നവനാസ്തികരായ അധ്യാപകന്മാർ കുട്ടികളോട് ആ സ്വഭാവത്തിൽ സംവദിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളറിയാത്ത ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയുടെ ലോകമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ഘട്ടത്തിൽ അവർ ആയിഷാ ബീവിയുടെ പ്രായത്തെക്കുറിച്ച്, അതുപോലെ തന്നെ സ്ത്രീകളുടെ അനന്തരാവകാശത്തെക്കുറിച്ച്, ഇസ്ലാമിലെ യുദ്ധ നിയമത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ മുമ്പാകെ ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരം ചോദ്യങ്ങൾ ആ കുട്ടികൾ ആശയക്കുഴപ്പത്തിലാക്കുന്നു. അവർ നമ്മോട് സംസാരിക്കാറില്ല, അവർക്ക് സംസാരിക്കാൻ അവസരം നമ്മൾ കൊടുക്കാറുമില്ല. ആ ആശങ്കയും ആകുലതയും ആശയക്കുഴപ്പവുമായിട്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറയുക, നമ്മുടെ വീടിനകത്ത് തർബിയത്തുകായി നമ്മുടെ വീട് മാറണം എന്നുള്ളതാണ്. അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിയാളം കേൾക്കുന്ന ഘട്ടത്തിൽ സുബ്ഹി നമസ്കാരത്തിന് നമുക്ക് എണീക്കാൻ പറ്റിയെങ്കിലേ നമ്മുടെ കുട്ടികൾ എണീക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കൂടെ നമസ്കരിക്കുന്ന കുട്ടിയിലെ അള്ളാഹുവിൻ്റെ ബർക്കത്ത്, അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ദീനിൻ്റെ അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം സംഘടനകൾ, ഞാൻ ഉൾപ്പെടെ ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഇഫ്താർ മീറ്റ് നടന്ന ഘട്ടത്തിൽ ഞാൻ അവിടെ ഉന്നയിച്ച ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പാഠപുസ്തകങ്ങളും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റി എഴുതാൻ സമയമായിരിക്കുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. നമസ്കാരത്തിൻ്റെ ഷർത്തും ഫർളും നമ്മൾ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഇസ്ലാമികമായ മറ്റു കാര്യങ്ങളും ഫിഖ്ഹും നമ്മൾ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അപകടകരമായ ജാഹിലിയത്തിനെ കുറിച്ചും പഠിപ്പിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന സംവിധാനം, യഥാർത്ഥത്തിൽ ഒരു സൊസൈറ്റിയെ കുറിച്ച് എന്തിനാണ് കുടുംബം നന്നാകുന്നത്? ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഒരു നവസമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അത് പല സ്ഥലത്ത് പല സ്വഭാവത്തിൽ പറയുന്നുണ്ട്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളെ ഉത്തമ സമൂഹമാണ്, നിങ്ങൾ ഉത്തമ സമൂഹമാണ്, നന്മ കൽപ്പിക്കുന്ന തിന്മ വിലക്കുന്ന എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഉത്തമ സമൂഹമായി വാഴ്ത്തപ്പെട്ട ഒരു ജനവിഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് നല്ല കുടുംബം ഉണ്ടാവുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഈ അർത്ഥത്തിലുള്ള ലിബറലിസത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള അർത്ഥത്തിലല്ല. അതിനപ്പുറത്ത് ഈ കാലഘട്ടത്തിൽ നമുക്കൊരു ധർമ്മം നിർവഹിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ജീവിക്കുന്നത് എവിടെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാമോഫോബിയ കത്തി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാം വിരുദ്ധ പൊതുബോധം ഇന്ന് നമ്മുടെ സമൂഹത്തിലാകെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിനിധാനം നിർവഹിക്കാൻ നമുക്ക് നമ്മുടെ കുട്ടികളെ കൂടി ചേർത്ത് നിർത്താൻ കഴിയേണ്ടതില്ലേ സഹോദരന്മാരെ? നമ്മുടെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ കഴിയേണ്ടതില്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ടെററിസത്തിൻ്റെ ഇമേജായിട്ടാണ് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ഇന്ന് സംഘപരിവാർ സമൂഹത്തിനകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേരളീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്നാണല്ലോ നമ്മളെല്ലാവരും വരുന്നത്. കേരളത്തിനകത്ത് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുമായി നിങ്ങൾ സംസാരിച്ചു നോക്കുക, പഴയതുപോലെയല്ല ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റി ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കാസ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തും ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്കകത്തും
ലോകം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മതിൽ പണിതീർത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന്, ഹൈന്ദവ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന്, കേരളീയ സമൂഹത്തിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കയറിയാൽ മുസ്ലിം സമുദായം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളിലാണ്. നിങ്ങൾക്കറിയാം, 100 കണക്കിന് യൂട്യൂബ് ചാനലുകൾ ഇന്ന് മലയാളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ കർമ്മ ന്യൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സാറ്റലൈറ്റ് ചാനലായിട്ട് ലോഞ്ച് ചെയ്യപ്പെടാൻ പോവുകയാണ്. വിഷം ചീറ്റുന്ന മറ്റൊരു ജനൻ TV കൂടി കേരളത്തിൽ വരാൻ പോവുകയാണ്. ഇതിനകത്തെല്ലാം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം വിരുദ്ധ പൊതുബോധമാണ്, ഇസ്ലാമോഫോബിയയാണ്. ഇന്ത്യ ഹെയ്റ്റ് ലാബ് എന്ന് പറയുന്ന ഒരു വേദി പുറത്തുവിട്ട ഒരു കണക്കുണ്ട്. ഇന്ത്യ ഹെയ്റ്റ് ലാബ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 2024 1165 ഹെയ്റ്റ് സ്പീച്ച് നടന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 2023 നടന്നത് 600 ചില്ലാനം ഹെയ്റ്റ് സ്പീച്ചാണ്. 2024 നടന്നത് 1165 ഹെയ്റ്റ് സ്പീച്ചാണ്. നിങ്ങൾക്കറിയാമോ, അതിൽ 98.5% യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇസ്ലാം എന്ത് എന്നറിയാത്ത ഒരു ജനത, മുസ്ലിം സമുദായം എന്ത് എന്ന് മനസ്സിലാക്കാത്ത ഒരു ജനത, ആ ജനതക്കിടയിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറിച്ച് വെറുപ്പ്, ഹേറ്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്യന്തം അപകടകരമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിക്ക് 2 മാനമുണ്ട്. ഒന്ന്, സാംസ്കാരികമായി നമ്മുടെ കുടുംബത്തിനകത്ത് വരെ യഥാർത്ഥത്തിൽ സാംസ്കാരിക ലിബറലിസം വന്ന് ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് മറുഭാഗത്ത് ഈ ഒരു ഉമ്മത്ത് എന്ന അർത്ഥത്തിൽ നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ചോദ്യശരങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ സംഭവങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. NRC CAA എന്ന് പറയുന്നത് ഒരു ജനതയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട അത്യന്തം അപകടകരമായ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ നീക്കമാണ്. വംശീയത എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കണം, അതൊരാശയമല്ല, അതുപോലെ തന്നെ ഒരു സംഘടനയല്ല. ഇന്ന് വംശീയത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂട രൂപമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് NRC നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് അതിനുശേഷം NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് UCC യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചുവടുവെപ്പുണ്ടായത്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഏറ്റവും അവസാനം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഒരു ജനതയുടെ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സമീപനമുണ്ടായത്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, വഖഫ് എന്ന് പറയുന്നത് ആരുടെയും കയ്യിൽ നിന്ന് കൈയടക്കിയെടുത്ത ഒന്നല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സത്യവിശ്വാസികൾ ദാനം ചെയ്യുന്ന സ്വത്തിനാണ് യഥാർത്ഥത്തിൽ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത്. ആ വഖഫ് സ്വത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെതാണ്. അത് കൈയടക്കാൻ ആർക്കും അധികാരമില്ല. ഫറൂഖ് കോളേജ് വഖഫ് പ്രോപ്പർട്ടിയാണ്, ഹംദർദ് യൂണിവേഴ്സിറ്റി വഖഫ് പ്രോപ്പർട്ടിയാണ്, അതുപോലെ തന്നെ ജാമിയ മില്ല വഖഫ് പ്രോപ്പർട്ടിയാണ്, അലിഗഡ് യൂണിവേഴ്സിറ്റി വഖഫ് പ്രോപ്പർട്ടിയാണ്. അത്തരത്തിലുള്ള പ്രോപ്പർട്ടിയും ഗവൺമെൻറ് കൈയടക്കി വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയും കയ്യേറ്റം ചെയ്യുന്നിടത്തേക്കാണ് ഇപ്പോൾ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസമാണ് അഹമ്മദാബാദിൽ തറാവി നമസ്കരിച്ചു പോകുന്ന ഏതാനും കുട്ടികൾക്ക് നേരെ കത്തി കാണിച്ച ജയ് ശ്രീറാം വിളിപ്പിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതിന് തൊട്ടു മുമ്പാണ് രാജസ്ഥാനിൽ രാത്രി വീട്ടിലേക്ക് ചെന്ന അന്തി ഉറങ്ങുന്ന ഒരമ്മക്കരികെ ചേർക്കുന്ന നവജാത ശിശു പോലീസുകാരൻ്റെ ബൂട്ടിനടിയിൽ കിടന്ന് പടഞ്ഞു മരിച്ചത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യൻ അവസ്ഥ മാറുന്നു എന്ന് തിരിയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഇത്തരമൊരു സാഹചര്യത്തിൽ റമദാൻ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൻ്റെ ഇത്തരത്തിലുള്ള സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നിടത്തും അതിജീവിക്കുന്നിടത്തും നമ്മുടെ കരുത്തായി മാറണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയുക, തൂഫാനുൽ അഖ്സ എന്നുള്ള കാര്യമാണ്. എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. വജാഹിദുഹും ബിഹി എന്ന് പറഞ്ഞാൽ വജാഹിദു ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നിങ്ങൾ സമരം ചെയ്യുക എന്നുള്ളതാണ്. 21ാം നൂറ്റാണ്ടിലെ ലോകം അത്ഭുതത്തോടെ അതുപോലെ തന്നെ കൗതുകത്തോടെ വിലയിരുത്തുന്ന ഒരു അതിജീവന പോരാട്ടം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും അത് തൂഫാനുൽ അഖ്സയാണ്. എന്താണ് അവരുടെ കരുത്ത് എന്ന് പറയുന്നത്? രാജ്യം അവരുടെ കയ്യിലില്ല, അധികാരം അവരുടെ കയ്യിലില്ല, ആയുധം അവരുടെ കയ്യിലില്ല, ഒന്നും അവരുടെ കയ്യിലില്ല. മാത്രമല്ല നാം മനസ്സിലാക്കേണ്ടത് മൊസാദ് എന്ന് പറയുന്ന ലോകത്തെ വലിയ ചാരശൃംഖല എന്ന് പറയുന്നത് മറുഭാഗത്താണ് നിലകൊള്ളുന്നത്. പക്ഷേ ഒരു വർഷത്തോളം ഒരു ജനത പൊരുതി നിന്ന് അവസാനം ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഹമാസിനെ മനസ്സിലാക്കുന്നിടത്ത് തെറ്റുപറ്റി എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ ജനത പിടിച്ചു നിന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ഹൃദയാന്തരങ്ങളിൽ കുടികൊള്ളുന്ന വിശ്വാസമാണ്. അവർ ഹൃദയത്തിൽ നട്ടുവളർത്തിയ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ബന്ധമാണ്. കൊച്ചുകുട്ടികൾ പലസ്തീനിൻ്റെ മണ്ണെന്ന് പറയുന്നത് ആകാശം മുട്ടയുള്ള കെട്ടിടങ്ങളില്ല, അതുപോലെ തന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ബിൽഡിംഗ് ഇല്ല. ഇന്ന് കോൺക്രീറ്റ് സൗധങ്ങൾ തകർന്നടിഞ്ഞ തുറന്ന മൈതാനിയാൻ. ആ മൈതാനത്തിനകത്ത് നിന്ന് കൊച്ചുകുട്ടികൾ വിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായി പാരായണം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക, സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തി ഇസ്ലാമിൻ്റെ തനിമയിൽ വളർത്തണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ വർണ്ണം ജാഹിലിയത്തിൻ്റെ വർണ്ണമല്ല, പാശ്ചാത്യൻ്റെ വർണ്ണമല്ല, വെസ്റ്റേൺ വർണ്ണമല്ല, അള്ളാഹുവിൻ്റെ വർണ്ണം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വർണ്ണം അതിനേക്കാൾ നല്ല വർണ്ണമില്ല. അതുകൊണ്ട് ഒന്നാമത് നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിൻ്റെ വർണ്ണത്തിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് വളർത്താൻ കഴിയണം. അള്ളാഹുവിൻ്റെ വർണ്ണത്തിൽ ചാലിച്ച കുടുംബജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയണം. അവരുടെ നടപ്പും അവരുടെ ഇരിപ്പും, അതുപോലെ തന്നെ അവരുടെ വസ്ത്രധാരണവും അവരുടെ കുടുംബജീവിതവും, അതുപോലെ തന്നെ അവരുടെ വ്യക്തി ജീവിതവും അവരുടെ സാമൂഹ്യ ജീവിതവും എല്ലാം അള്ളാഹുവിൻ്റെ വർണ്ണത്തിൽ ചാലിച്ച് വളർത്തിയെടുക്കണമെങ്കിൽ അതിന് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനുമായുള്ള ബന്ധം ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അതിന് ഞാൻ പറയുക, വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ടല്ലോ, ഇത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. നമ്മുടെ ഖുർആനിനോടുള്ള സമീപനം എന്താണ്? നമുക്കൊക്കെ ഓരോരുത്തർക്കും എടുത്ത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഞാനും എൻ്റെ ഖുർആനും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ, നമുക്ക് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം എന്ന് പറയുന്നത് അത് പാരായണം ചെയ്യുന്ന ബന്ധമാണ്, അത് ഓതുന്ന ബന്ധമാണ്. നേരത്തെ ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ ഖുർആൻ സ്റ്റഡി സെൻറ്ററിനെ കുറിച്ച് സൂചിപ്പിച്ചോ. നമ്മൾ എത്ര കാലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, നമുക്ക് എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് തന്നത്, നമുക്ക് എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത്? ആ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. എന്നിട്ട് നമുക്ക് എത്ര പേർക്കാണ് ആ കലാം മനസ്സിലാക്കാനുള്ള സന്മനസ്സുണ്ടായത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം റമളാൻ മാസമാണ്. ഹുദൻ ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള ഹിദായത്താണ്, ജനങ്ങൾക്കുള്ള ഹിദായത്താണ്. ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഖുർആൻ എന്ന് പറയുന്നത് അപകടകാരിയായ ഗ്രന്ഥമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അപകടകാരിയായ ദർശനമാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അപകടകാരികളായ സമുദായമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കം ജനങ്ങൾക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ? ഖുർആനിനകത്ത് സാഹോദര്യമുണ്ട്, ഖുർആനിനകത്ത് സൗഹൃദമുണ്ട്, ഖുർആനിനകത്ത് വിശ്വസാഹോദര്യ സങ്കല്പമുണ്ട്, ഖുർആനിനകത്ത് മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഖുർആനിനകത്ത് സാമൂഹ്യ സമത്വത്തെക്കുറിച്ച് ഉദ്ഘോഷിക്കുന്നുണ്ട്, ഖുർആനിനകത്ത് കാരുണ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനെക്കുറിച്ച് അതൊരു യുദ്ധത്തിൻ്റെ ഗ്രന്ഥമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹത്തിനകത്ത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള ഹിദായത്താണ്. എത്രമാത്രം നമുക്കത് നിർവഹിക്കാൻ കഴിഞ്ഞോ എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞു, ഖുർആൻ തന്നെയാണ് ഖുർആനിനെ കുറിച്ച് പറയുന്നത്, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ ചൊവ്വായ മാർഗം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ ഖുർആനിൻ്റെ ചൊവ്വായ മാർഗത്തിൽ ഞാനുണ്ടോ? ആ ഖുർആനിൻ്റെ ചൊവ്വായ മാർഗത്തിൽ എൻ്റെ കുടുംബമുണ്ടോ? ആ ഖുർആനിൻ്റെ ചൊവ്വായ മാർഗത്തിൽ എൻ്റെ മക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് സമകാലിക സംഭവങ്ങളെക്കുറിച്ച് പരിതപിക്കുന്നതിനപ്പുറം നമ്മുടെ കുടുംബത്തെ വിശുദ്ധ ഖുർആനിൻ്റെ തണലിലേക്ക് വിധം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ആത്മപരിശോധന നമുക്ക് നടത്തേണ്ടതായിട്ട് വരുന്നത്. അവിടെ നിൽക്കട്ടെ വിശുദ്ധ ഖുർആൻ. അടുത്ത വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്, അലിഫ് ലാം റാ കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ വേദഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്നത് ദുലുമാത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളുകളെ നയിക്കാനാണ്. ദുലുമാത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ടുകളാണ്. വ്യത്യസ്തമായ ഇരുട്ടുകളിൽ നിന്ന്, ഒരുപക്ഷെ പാശ്ചാത്യ ലിബറലിസമാകാം, അല്ലെങ്കിൽ നവനാസ്തികതയാകാം, മതനിരാസ പ്രസ്ഥാനങ്ങളാകാം. ഇത്തരത്തിൽ മനുഷ്യ സമൂഹത്തിനും അതുപോലെ തന്നെ അള്ളാഹുവിനുമിടയിൽ ഇരുട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വെളിച്ചത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് എത്രമാത്രം അതിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.
അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക, നിരാശപ്പെടാനല്ല, ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഗ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ യംസസ്കും കർഹുൻ ഫഖദ് മസ്സൽ ഖൗമ കർഹുൻ മിസ്ലുഹു. എന്നതേ അല്ലാഹു മാറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റമദാൻ വരുന്നു, നമ്മൾ നോമ്പെടുക്കുന്നു, നമ്മൾ ഖുർആൻ ഖത്തം തീർക്കുന്നു, നമ്മൾ അടുത്ത സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. അതല്ല സഹോദരന്മാരെ, ഈ റമദാൻ എൻ്റെ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സന്ദർഭമാകണം. ഈ റമദാൻ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സന്ദർഭമാകണം. ഈ റമദാൻ എൻ്റെ വീട്ടിലേക്ക് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ പകർന്നു കൊടുക്കുന്ന സന്ദർഭമാകണം. ഈ റമദാൻ എനിക്ക് ഷഹ്റു റമദാൻ എന്ന് പറയുന്ന ഷഹ്റുൽ ഖുർആൻ എന്ന അർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഖുർആനിൻ്റെ വെളിച്ചം വിതറുന്ന സന്ദർഭമാകണം. അവിടെ മാത്രമേ നമുക്ക് അതിജീവനം സാധ്യമാവുകയുള്ളൂ. ആ അർത്ഥത്തിൽ പടച്ചവനെ ഈ ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ ഉമ്മത്ത്, പരീക്ഷിക്കപ്പെടുന്ന ഈ ഉമ്മത്തിന് നിന്ന് തുറസ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മഖ്റജ് കൊടുക്കും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് അള്ളാഹു മാർഗം തുറന്നു കൊടുക്കും. നാഥ, ഈ ഉമ്മത്തിന് നീ നല്ല തുറസ്സായ മാർഗം നീ തുറന്നു തരുകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ കുഞ്ഞു പൈതങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആളുകളുണ്ട്, അവരോട് നീ കൃപ കാണിക്കണേ തമ്പുരാനെ. രോഗികളായ ആളുകളുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.